ലൈവിൽ ഇപ്പോൾ ആ ഒരു ഫിസിക്കൽ ടാസ്ക് നടന്നല്ലോ, അതിൻ്റെതായ ചെറിയ ചെറിയ പരിക്കുകളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും തന്നെയുണ്ട്. ഡോക്ടറിനെ സന്ദർശിച്ചതൊക്കെ ഓരോന്നോരോന്നായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈവില്. അപ്പോൾ ഈ ഒരു ടാസ്കില് ഷാനവാസും അക്ബറും ഒക്കെ ഒരുപടി കൂടുതൽ അഗ്രഷൻ കാണിച്ചതായിട്ട് ഞാൻ കണ്ടു. അതിൽ തന്നെ ഷാനവാസ് ആണ് കൂടുതൽ ഓവറായിട്ട് എനിക്ക് തോന്നിയത്. അവിടെ എല്ലാവരും തന്നെ ജിസേലിനെ പിടിച്ചു മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് ജിസേലിന്റെ പുറത്തായിരുന്നു. ജിസേലാണെങ്കിൽ ഒരുമാതിരി ഒട്ടിച്ചിട്ട പോലെ അവിടെ കിടക്കുമായിരുന്നു. ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ട പോലെയാണ് അവിടെ കിടന്നത് ആ ഒരു മണ്ണില്. അനീഷും പരമാവധി ശ്രമിച്ചു ജിസേലിനെ പിടിച്ചു മാറ്റി ഓപ്പോസിറ്റ് ടീമിന്റെ ഫ്ലാഗ് ഒടിച്ചു കളയാനായിട്ട്. ഷാനവാസും ജിസേലും ഒരേ ടീമിലായിരുന്നത് കൊണ്ട് അനീഷിന്റെയും ഓപ്പോസിറ്റ് ടീമിലുള്ളവരെ അവിടുന്ന് മാറ്റാൻ പരമാവധി ശ്രമിക്കേണ്ടത് നമ്മുടെ ഷാനവാസിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അനീഷിനെ അവിടുന്ന് പിടിച്ച് മാറ്റുന്നതിന് പകരം ഷാനവാസ് ചെയ്തത് അനീഷിന്റെ ടീഷർട്ട് പിടിച്ച് വലിക്കുന്ന ഒരു സംഭവമാണ്. ബിഗ് ബോസ് കൊടുത്തൊരു ടീഷർട്ടാണ് അത്. ഒരാഴ്ചയിലേറെ ആയിട്ട് പുള്ളി അതാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഷാനവാസിനെ പോലെ ബാഡ്ജും കാര്യങ്ങളും ഒന്നും അനീഷിന് കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ആ ഒരു ടീഷർട്ട് കീറാനായിട്ട് തന്നെ അത് പിടിച്ച് വലിച്ചതിനോട് എനിക്ക് യോജിപ്പില്ല. കയ്യിൽ പിടിച്ച് വലിക്കാമായിരുന്നു. അവിടെയുള്ള പലരും എല്ലാവരും തന്നെ അത് തന്നെയാണ് ചെയ്തത്, കയ്യിൽ പിടിച്ച് വലിച്ചു. ഇപ്പൊ ലൈവിൽ അനീഷ് ഇതും പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട്, ഷാനവാസ് ഭീരുവാണ്, ടീഷർട്ട് പിടിച്ച് വലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനേക്കാൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അനീഷിനെ ഷാനവാസ് പിടിച്ചു മാറ്റി അപ്പുറത്തേക്ക് ഇട്ടതും അനീഷ് എണീറ്റ് പോയി ഷാനവാസിനെ തല്ലാൻ പോകുന്നുണ്ട്, കയർക്കുന്നുണ്ട്. സെൽഫ് കൺട്രോൾ എന്നൊരു ഒറ്റ കാര്യം ഉള്ളത് കൊണ്ട് അനീഷ് ഷാനവാസിനെ തല്ലിയില്ല. തല്ലാൻ ഓങ്ങുന്നതായിട്ടൊക്കെ കണ്ടിരുന്നു. പിന്നെ ഇതുപോലുള്ള ഫിസിക്കൽ ടാസ്കുകളിൽ ഈ രീതിയിലുള്ള പിടിയും വലിയും കാര്യങ്ങളൊക്കെ നോർമലാണ്. ലാലേട്ടൻ വരുമ്പോൾ കംപ്ലൈന്റ് പറയാനും ഓരോ ഇഞ്ചുറീസ് വെച്ച് ഗെയിം കളിക്കാനും ഒക്കെ എല്ലാ സീസണിലും മത്സരാർത്ഥികൾ ശ്രമിക്കാറുള്ളതാണ്. അങ്ങനെയുള്ള ഗെയിംസ് ഇനി വരും ദിവസങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടേക്കാം. കാരണം അത്രയധികം ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തന്നെയുണ്ട്. നമ്മുടെ നൂറയ്ക്ക് ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് വന്നിരുന്നു. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.